സാക്ഷാത്കരിക്കാനുള്ള ലക്ഷ്യങ്ങൾക്ക് മാനങ്ങൾ വർദ്ധിക്കുമ്പോൾ കാണേണ്ട കാഴ്ചകൾ പലതും കാണാമറിയത്താവുന്നു. പ്രത്യേകിച്ച് കുഞ്ഞു മനസ്സുകളുടെ ഇത്തിരി സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും സ്നേഹത്തിനും സാന്ത്വനത്തിനും കൊതിക്കുന്ന നിമിഷങ്ങളുമെല്ലാം മനഃപൂർവ്വമല്ലെങ്കിലും മറ്റു തിരക്കുകളിൽ വഴിമാറുന്നു. പിന്നെയും അനന്തമായ യാത്ര, യാന്ത്രികമായ ചലനം, തനിയാവർത്തനം. ഇത് എൻ്റെ സുഹൃത്ത് ശ്രീകുമാറിൻ്റെ ഇളയ മകൾ മാളു. മോളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീകുമാറിന് 100 നാവാണ്. അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് ഒരുപാട് കഥകൾ പറയാനും കുസൃതികൾ കാണിക്കാനും ഒക്കെ മാളുവിന് വല്ലാത്ത കൊതിയാണ്. എന്നാലും അച്ഛൻ്റെ തിരക്കുകൾ അവൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹലോ, ഞാൻ ട്രാഫിക് ബ്ലോക്കിലാണ്, പിന്നെ വിളിക്കാം. സർ, ടി ബി റോഡിൽ സാങ്ഷൻ കിട്ടാനുള്ള പുതിയ ബിൽഡിങ്ങിന്റെ പ്രോജക്ട് റിപ്പോർട്ടാണ് ഇത്. സൈറ്റ് പ്ലാൻ. ഹലോ, അത് നമ്മൾ 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് അല്ലേ? ഇല്ലില്ലില്ല, ലേബേഴ്സിൻ്റെ ഒരു പ്രോബ്ലവും നമ്മുടെ കമ്പനിക്കില്ല. ഓക്കെ, വൈകിട്ട് 4 മണിക്ക് ഞാൻ ഓഫീസിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഷൈല, മിസ്റ്റർ മഹേഷിനെ ഒന്ന് വിളിക്കൂ. ഹലോ, ശ്രീകുമാർ സ്പീക്കിംഗ്. അച്ഛാ, ഇത് ഞാനാ. മാളൂട്ടി. അച്ഛനെ ഞാൻ എത്ര തവണ വിളിച്ചു. മാളുവിന്റെ കോളേ അച്ഛൻ കണ്ടില്ലായിരുന്നു. അച്ഛൻ ഇച്ചിരി തിരക്കിലായിരുന്നു. മിസ്റ്റർ മഹേഷ്, 12-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മിസ്റ്റർ വർമാജിയുടെ വീടിന് കൊടുത്ത എസ്റ്റിമേറ്റില്ലേ, ഒന്നും കൊണ്ടുവരൂ. ആ മാളൂട്ടി, അച്ഛൻ ഇന്ന് വൈകിട്ട് വരുമ്പോ കളറ് വാങ്ങിച്ചോണ്ട് വരുമോ? കളറോ? എന്ത് കളറാ മാളൂട്ടിക്ക് വേണ്ടത്? ക്രയോൺസ്, പിന്നെ വാട്ടർ കളറ്. അച്ഛൻ വൈകിട്ട് വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അച്ഛൻ ഇന്ന് നേരത്തെ പിന്നെന്താ, അച്ഛൻ ഇന്ന് നേരത്തെ വരും. വരുമ്പോ മാളൂട്ടിക്ക് കളറും വാങ്ങി വരാൻ കേട്ടോ. മോള് ഫോൺ കാത്തുമ്മയുടെ കൊടുത്തേ. കാത്തുമ്മേ, ഇതാ അച്ഛനാ. കാത്തുമ്മേ, ഞാൻ ഇന്ന് വരുമ്പോ ഇത്തിരി വൈകും, മോളോട് പറയണ്ട. അതെ, ഇന്ന് ഈവനിങ്ങിന് ടൗൺ ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, വൈകിട്ട് 6 മണിക്ക്. ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഞാനും എത്തിക്കൊള്ളാം. മാളു എന്താ എടുക്കുക? മാളൂട്ടി ഇതേ പടം വരയ്ക്കുന്നു. ദേവൂട്ടിയോ? ദേവൂട്ടി ഇവിടെ ഇരുന്ന് പഠിക്കുക. എന്നാ ശരി, ഓക്കെ. ഗുഡ് ഈവനിങ് സർ. സാറിന് എന്താണ് വേണ്ടത്? കളേഴ്സ് വാങ്ങാൻ ഇറങ്ങുക. ഏത് കളറാണ് സാർ? വാട്ടർ കളറോ? ആർട്ടിസ്റ്റ് ക്വാളിറ്റി അല്ലേ? ക്രയോൺസ് 2 ബോക്സോടെ എടുത്തു. ഓക്കെ, താങ്ക് യു. എന്റെ ദൈവമേ, എന്റെ സ്കെയിൽ എവിടെ പോയോ? മാളു, എടി മാളൂട്ടി. മാളു, നീ എന്റെ സ്കെയിൽ എടുത്തോ? സ്കെയിലോ? ഞാനോ? നീ എടുത്തില്ലേ? എന്റെ എല്ലാ സാധനങ്ങളും നീ എടുത്തോണ്ട് പോകുന്നു, ഞാൻ നോക്കട്ടെ. ഇത് പിന്നെ എന്നതാ? എടുത്തു. ഇതുപോലെ ഒരു പെണ്ണോ? ഒന്നും പഠിക്കണ്ട, പടവും വരച്ചോണ്ടിരുന്നു. പരീക്ഷ ഇങ്ങ് അടുത്തു. എന്താ മക്കളെ ചണ്ട കൂടുന്നേ?
കണ്ടോ കാത്തുമ്മ, ഒരുത്തി എപ്പോഴും പടം വരച്ചോണ്ടിരിക്കോ, ഒന്നും പഠിക്കണ്ട. അയ്യോ, മാളൂട്ടിയെ പഠിക്കണ്ടേ മക്കളെ? എപ്പോഴും പടം വരച്ചോണ്ടിരുന്നാ മതി. ഞാൻ എല്ലാം പഠിച്ചതാ കാത്തുമ്മ. എങ്ങനെയുണ്ട് കാത്തുമ്മ ഞാൻ വരച്ച പടം? മിടുക്കി, ഇത് കൊള്ളാലോ. ആകാശത്തിലൂടെ പറന്നു പോകുന്ന മാലാക. ഇത് മാലാഹ അല്ല, ഞാനാ. ആണോ? നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഞാൻ പറന്നു പറന്നു പോകുന്നതാ. രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പറന്നു പോകാൻ പേടിയാകില്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ആരെ കാണാനായി യാത്ര? എനിക്കൊരാളെ കാണാനുണ്ട്. ഓഹോ, അത് കാത്തുമോട് പറയില്ലേ? പറയാം, പക്ഷെ കാത്തുമ്മ ആരോടും പറയരുത്. ഇല്ല, പറയില്ല. മാളു പറഞ്ഞു. എന്റെ അമ്മയെ കാണാനാ. അയ്യോ, സ്വർഗത്തിലല്ലേ എന്റെ അമ്മ. ഒരു വണ്ടി വന്നല്ലോ. ഹായ്, അച്ഛൻ വന്നു. നിത, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞുവല്ലോ, നീ ഞാനും ഒക്കെ അടങ്ങുന്ന ഒരു സൊസൈറ്റി നമ്മുടെ മുന്നിലുണ്ട്. ശരി, നാളെ ഓഫീസിലോട്ട് വാ. മാളൂട്ടി. അച്ഛാ, 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 ഈ മാളൂട്ടി ഒന്നും പഠിക്കത്തില്ല, എപ്പോഴും പടം വരച്ചോണ്ടിരിപ്പാ. ആണോ മാളു ചേച്ചി പറഞ്ഞ്? ആട്ടെ, നിന്റെ പഠിത്തം എങ്ങനെയുണ്ട്? എനിക്ക് എല്ലാത്തിനും ഫുൾ മാർക്കാ അച്ഛാ. ഞാൻ സ്കൂളിലോട്ട് വരുന്നുണ്ട്. അച്ഛാ, ഇത് കണ്ടോ ഞാൻ വരച്ച പാടം? ഹായ്, വെരി ഗുഡ്. എന്റെ മാളൂട്ടി മിടിക്കാണല്ലോ. ആകാശത്തോടെ പോകുന്ന മാലാഹയാ. നല്ല സുന്ദരിക്കുട്ടി മാലാഹയല്ലേ? നല്ല സുന്ദരക്കുട്ടി മാലാഖ. പക്ഷെ അതിലും സുന്ദരക്കുട്ടിയല്ലേ എന്റെ മാളു? അച്ഛാ, അമ്മ സുന്ദരിയായിരുന്നോ? മാളൂട്ടി എന്താ അങ്ങനെ ചോദിച്ചേ? ഹലോ. അതെ അതെ അതെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. കാത്തുമ്മി അച്ഛൻ എന്നോട് ഒരിക്കലും കൂട്ടുകൂടാൻ വരില്ല. എപ്പോഴും ഫോൺ വിളിയോട് ഫോൺ വിളിയാ. മാളൂട്ടിയുടെ കാത്തുമയില്ലേ കൂട്ടുകൂടാൻ? കാത്തുമ്മി ഒരു കഥ പറഞ്ഞു തരുവോ? ഏത് കഥയാ കാത്തുമ്മ പറഞ്ഞു തരേണ്ടത്? രാജാവിന്റെയും ചട്ടുകാലം കുതിരയുടെയും. എന്നാ കേട്ടോ. ഒരിടത്തൊരിടത്ത് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടു കാണുമല്ലോ. അതെ, 1800 സ്ക്വയർ ഫീറ്റ്. സെയിം സൈറ്റിൽ ഈ ഒരു വീടേ ഉള്ളൂ. ബാക്കി 6 ഓൾറെഡി വിറ്റ് പോയതാണ്. ഓക്കെ, ഇനി ഒരു വിലപേശലിന് ഞാനില്ല. നാളെ ഒന്ന് ഇഷ്ടപ്പെട്ട. ഓക്കെ ഓക്കെ. മാളു. മോള് ഉറങ്ങി. ഓ ശരി. ഇല്ല മീനാക്ഷി, എനിക്ക് അച്ഛൻ്റെ കൂടെ ടൗണിൽ പോണം. 4 മണി കഴിയുമ്പോ അച്ഛൻ വരാന്നാ പറഞ്ഞത്. അയ്യേ, സമയം 5 മണിയായി. നിന്റെ അച്ഛൻ നിന്നെ വരത്തൊന്നുമില്ല, നിന്നെ പറ്റിച്ചതാ. ഇല്ല, അച്ഛൻ വരും. മാളുവിന്റെ അച്ഛൻ ചിലപ്പോ മറന്നു പോയതായിരിക്കും. ഇല്ല, അച്ഛൻ വരും. ഹലോ. നിത, നീ ഇപ്പൊ എവിടെയാണ്? ഇല്ലില്ലില്ല, എന്റെ ജോലി തീരാറായി. ഒരു കാര്യം ചെയ്യും, നീ ആ സ്റ്റാച്യു ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യ. ഞാനിത് ഇപ്പൊ
മേ ഐ കമ്മിങ് സിസ്റ്റർ? യെസ്. ഓ ശ്രീകുമാർ, വാ ഇരിക്ക്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. സിസ്റ്റർ, ഞാൻ വന്നത് നമ്മുടെ ദേവുവിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊന്ന് അറിയാനാണ്. ഓ അതിനെന്താ, അവൾക്ക് എല്ലാ വിഷയത്തിനും A1 അല്ലേ? ക്ലാസ്സിൽ ടോപ്പ് മാർക്ക് അവൾക്കാണ്. മിലിയ, 5th ദേവനന്ദി എന്ന് വിളിക്കൂ. അല്ല സിസ്റ്റർ, ഈയിടെയായി അവളുടെ പഠിത്തം ഇത്തിരി പുറകിലായോ എന്നൊരു സംശയം. ഓഹോ, അങ്ങനെയോ? വീട്ടിൽ വന്നാൽ കളിച്ച് നടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അവളെ ബോർഡിങ്ങിലാക്കിയാലോ എന്നൊരു പ്ലാൻ. കേട്ടോ ദേവു അച്ഛൻ പറഞ്ഞത്? നിനക്ക് ബോർഡിങ്ങിൽ നിൽക്കാൻ ഇഷ്ടമാണോ? ഇവൾക്ക് ഇഷ്ടമായിരിക്കും. ഇവളുടെ കൂട്ടുകാരികളെല്ലാം അവിടെയാണല്ലോ. എങ്കിൽ അങ്ങനെയാകട്ടെ താങ്ക് യു ശ്രീകുമാർ. സിസ്റ്റർ. എങ്കിൽ ഞാൻ നാളെ വരാം. സിസ്റ്റർ, ദേവിനെ ഒന്ന് വിടാമോ? ഒരു മിനിറ്റ്. ദേവു ചെല്ല് അച്ഛന്റെ കൂടെ. മോളെ, കാത്തിമ്മയോട് നീ തൽക്കാലം ഈ വിവരം പറയണ്ട. അച്ഛൻ പറഞ്ഞോളാം. അച്ഛന് ഓഫീസിൽ പോകാൻ വൈകി. പോട്ടെ. ഹലോ നിത, നീ എവിടുന്ന് വിളിക്കുന്നു? സോറി നിത, ഞാൻ അല്പം തിരക്കിലായിരുന്നു. വീട്ടിലേക്കൊന്ന് പോകണം. മാളുവിനെ ഫാദർ ഡൊമിനിക്കിൻ്റെ അടുത്ത് നിർത്താമെന്ന് വിചാരിച്ചു. അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് ആ കാത്തുമ്മയുടെ കൂടെ കാക്കയുടെയും പൂച്ചയുടെയും കഥ പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. പഠനത്തെ അവൾക്ക് ഇപ്പോൾ ഒരു ശ്രദ്ധേയില്ല. കുട്ടികളല്ലേ, അല്പം പിടിവാശിയൊക്കെ കാണും. പതുക്കെ മാറിക്കൊള്ളൂ. ശരി, ഓക്കെ. പിന്നെ കാത്തുമ്മയോട് ഞാനിത് പറഞ്ഞിട്ടില്ല. എങ്ങനെ അവതരിപ്പിക്കും എന്നാണ്. ഇതെന്തോന്നാ? കാത്തുമേ, അത് ചേച്ചിക്ക് സ്കൂളിൽ നിന്ന് കൊടുത്തതാ. കൃഷി വകുപ്പ് സമഗ്ര പച്ചക്കറി വികസന പദ്ധതി. ഓ, പച്ചക്കറി വിത്തുകൾ. അതെന്താ കാത്തുമ്മേ? ഇതേ വെണ്ടയുടെയും പയറിന്റെയും പാവലിന്റെയും കുരുവ. ആണോ? എന്നാ നമുക്കത് നട്ടുവെക്കാം. കണ്ടു പഠിച്ചോണം ഇതെങ്ങനെയാ നടുന്നതെന്നൊക്കെ. കാത്തുമ്മേ, നല്ല രസമുണ്ട് ഈ പയർ വിത്ത് കാണാനല്ലേ. ഇതെപ്പോഴാ കാത്തുമ്മേ കിളുത്തു വരുന്നേ? വിത്ത് നട്ട് വെള്ളം ഒഴിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ കിളുത്തു വരും. അച്ഛൻ വന്നു. മാളൂട്ടി, അച്ഛൻ, ഞങ്ങൾ പയർ നടുവാണല്ലോ. അച്ഛാ, ഈ പയർ കിളുത്ത് വലുതാകുമ്പോഴുണ്ടല്ലോ, ഞാനിത് പറിച്ചേ അച്ഛന് കറി വെച്ച് തരാം കേട്ടോ. അതിന് പയറ് വളർന്ന് വലുതാകട്ടെ. അച്ഛാ, ചേച്ചി എന്തിനാ ബോർഡിങ്ങിലാക്കിയത്? അതോ, ചേച്ചി കളിച്ച് നടന്ന സമയം കളയാതെ നന്നായിട്ട് പഠിക്കാൻ. അച്ഛാ, ചേച്ചി ഇനി എന്നാ വരുന്നേ? ചേച്ചി അടുത്ത ദിവസം വരും. അച്ഛാ, എന്തിനാ അച്ഛാ ഈ പെട്ടി? അച്ഛൻ എവിടെ പോവാ? അച്ഛന് അത്യാവശ്യമായി ഒരു യാത്രയുണ്ട്. ആട്ടെ, പോയിട്ട് വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട അച്ഛാ, അച്ഛൻ എൻ്റെ അടുത്ത് ഇരുന്നാ മതി. പ്ലീസ് അച്ഛാ, പോകണ്ട അച്ഛാ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളൂ? അച്ഛനെ പോകണ്ടേ? അച്ഛൻ എവിടെയാ പോണേ? ആരാ? ഫാദർ ഡൊമിനിക് ഇല്ലേ? അച്ഛൻ ഇവിടെയുണ്ട്, വരൂ. മിസ്റ്റർ ശ്രീകുമാർ, താങ്കൾ എനിക്കും പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിനും വളരെ വേണ്ടപ്പെട്ട ആളാണ്. ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ തുറന്നു പറയട്ടെ, ഇനിയെങ്കിലും ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? ഫാദർ, അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കൊടുക്കുവാൻ കഴിയും. പക്ഷേ ഒരമ്മയുടെ സ്നേഹം ശ്രീകുമാരന് കൊടുക്കാൻ സാധിക്കുമോ? മാളൂനും ദേവുനും ഇപ്പോ ആവശ്യം ഒരമ്മയാണ്. ഒരു കാര്യം ചെയ്യൂ, മാളുവിനെ ഇവിടേക്ക് കൊണ്ടുവരൂ. ഫാദർ, അത് എനിക്ക് പൂർണ്ണ സന്തോഷമേ ഉള്ളൂ. വളരെ ഉപകാരം ഫാദർ. എനിക്കിതിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. തൽക്കാലം അതൊക്കെ ശ്രീകുമാരന്റെ കയ്യിലിരിക്കട്ടെ. പോയി മോളെയും കൂട്ടി വരൂ. അല്ല കാത്തുമ്മ, കാത്തുമ്മയോട് ഒരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായി ആലോചിക്കുന്നു. അല്ല, പറയാൻ വിട്ടുപോയതാണ്. എന്താ സാർ? അതെ, നമ്മുടെ മാളുവിനെ കുറിച്ചാ. അവളെ കൂടെ ബോർഡിങ്ങിലാക്കിയല്ലോ എന്നൊരു പ്ലാൻ. മാളുവിൻ്റെ പഠിത്തമാണെങ്കിൽ തീരെ പുറകോട്ടായി. ഇപ്പോൾ പടം വരയ്ക്കണമെന്നല്ലാതെ വേറെ ഒരു ചിന്തയില്ല.
അല്ല സാർ പറഞ്ഞു വരുന്നത്. അല്ല അങ്ങനെയാണെങ്കിൽ കാത്തുമ്മയ്ക്ക് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാം. അല്ല കാത്തുമ്മ വേറൊന്നും വിചാരിക്കരുത്. ഞാനെന്ത് വിചാരിക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്ത് കാര്യാ ലോകത്തുള്ളത്. ഹലോ, മഹേഷ്, ഞാനിത് ഓഫീസിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അവരോട് വെയിറ്റ് ചെയ്യാൻ പറ. ഓക്കെ. കാത്തുമ്മ, ഞാൻ പോയിട്ട് വരാം. അപ്പു, നീ കളി നിർത്തിയോ? ഹായ്, ഇത് എവിടുന്ന് കിട്ടി? കുട്ടമ്മ വന്നിട്ടുണ്ട്. കുളക്കരയിലെ നെല്ലിമരത്തേന്ന് പറിച്ചു തന്നാ. തിന്നിട്ട് വെള്ളം കുടിച്ചാ മതി, നല്ല മധുരമാ. കുളത്തിൽ വെള്ളം ഉണ്ടോ? ഉണ്ടോന്ന്. അപ്പുവിന് നീന്താൻ അറിയോ? പിന്നെ എന്നെ പഠിപ്പിക്കുവോ? ഏയ്, നിനക്ക് നീന്താൻ പറ്റത്തില്ല, നിനക്ക് കാല് വയ്യല്ലോ. ഓ ശരിയാ. അപ്പു, ഞാനും കാത്തുമ്മയും കൂടി അവിടെ പയറ് നട്ടിട്ടുണ്ട്. എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോവോ? എവിടെയാ? ദാ ഇവിടെ. വാ പോകാം. ഇടി മാളു, അടുത്ത ദിവസം ഞാൻ താമരപ്പൂ പറിച്ചു തരാം. ഹായ്, എന്റെ പയറ് ചെടിക്ക് ഇളുത്തു. അപ്പു, ദേ എന്റെ പയറ് ചെടിക്ക് ഇളുത്തു. മാളു, ദേ എന്റെ അച്ഛൻ വിളിക്കുന്നു. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം കേട്ടോ. കാത്തുമ്മേ, കാത്തുമ്മേ, ദാ പയറ് ചെടി ഇളുത്തു. ഹായ്, മഴ. ഈശ്വരാ, മാളു എന്തിയെ? മാളു, മാളു, ഈശ്വരാ മഴ. എന്റെ ദൈവമേ മതി. ആരാണ് ഈ കൊച്ചിനെ കൊണ്ട് മഴയത്തിരുന്നത്? നിന്നെ ആരാടി മഴയത്തോണ്ടിരുത്തത്? കണ്ടില്ലേ, പനി പിടിക്കല്ലേ മഴ നനഞ്ഞാല്. എന്റെ മോളെ, നിന്നെ ആരാ അവിടെ കൊണ്ടാക്കിയത്? പനി പിടിക്കുകയല്ലേ മഴ നനഞ്ഞാല്. കാത്തുമ്മേ, എന്നാ രസാ മഴ നനയാൻ. ഞാൻ ഇതിനു മുമ്പ് മഴ നനഞ്ഞിട്ടേ ഇല്ല. എന്ത് നല്ല മഴയാ. മക്കളെ, ഇങ്ങനെയൊന്നും കാണിക്കല്ലേ, മഴ നനഞ്ഞാ പനി പിടിക്കുകയല്ലേ. പനി എനിക്ക് ഇഷ്ടാ കാത്തുമ്മ. പനി വന്നാലേ ഈ പുതപ്പിനിടയിൽ എന്നെ കാത്തുമ്മ കെട്ടിപ്പിടിച്ച് കിടക്കൂലേ. ഓടി കള്ളി. കാത്തുമ്മ ഒരു പാട്ട് പാടുവോ? പാട്ടോ? പ്ലീസ് കാത്തുമ്മേ, പാട് കാത്തുമ്മേ. പാടാം.
പോറ്റി കൺമണി നീയുറങ്ങ് കൺമണി നീയുറങ്ങ് കുഞ്ഞി കുഞ്ഞി കണ്ണുകൾ പൂട്ടി കൺമണി നീയുറങ്ങ് കൺമണി നീയുറങ്ങ് അമ്പിളിപ്പൂവ് പോൽ പുഞ്ചിരി തൂകും പൊന്നോമനേ ഉറങ്ങ്